ഓക്സിലറി വെർബാണുള്ളത്. ഒന്ന് മോഡൽ ഓക്സിലറീസും രണ്ട് സാധാരണ ഓക്സിലറീസും. സാധാരണ ഓക്സിലറീസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 3 ഫാമിലി ആയിട്ടാണ് നമ്മൾ ഓക്സിലറി വെർബുകൾ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ബി ഫാമിലി, രണ്ട് ഹാവ് ഫാമിലി, 3 ഡു ഫാമിലി. ഇങ്ങനെ 3 ഫാമിലികളായിട്ടാണ് നമ്മൾ ഓക്സിലറി വെർബുകൾ തിരിച്ചിട്ടുള്ളത്. ഇതിൽ ഓക്സിലറി വെർബുകളെല്ലാം ഒട്ടുമിക്കതും നിങ്ങൾ കേട്ട് പരിചയം കാണും. എന്താണ് ഇതിന്റെ അർത്ഥമെന്നും എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും പലർക്കും സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ് എന്ന് ആദ്യം നോക്കാം. ഒന്നാമത് ബി എന്നുള്ള ഫാമിലിയിലെ ഓക്സിലറി വെർബുകളാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാം പരിചയം ഉണ്ടാവും. ഈസ്, ആം, ആർ. പിന്നെ ഉള്ളത് വാസ്, വേർ. ഇത് രണ്ടും പാസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്, ഇത് രണ്ടും പ്രസന്റിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഹാവ് എന്നുള്ള ഫാമിലിയിലുള്ള ഓക്സിലറി വെർബുകളാണ് ഹാവ്, ഹാസ്, പിന്നെ ഹാഡ്. ഇന്നത്തെ ഹാഡ് പാസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്, ഹാവ് ആൻഡ് ഹാസ് പ്രസന്റിൽ ഉപയോഗിക്കുന്നതാണ്. ഡു എന്നുള്ളതിലുള്ളത് ഡു, ഡസ്, ഡിഡ് എന്ന് 3 വേർഡ്സ് ആണ് ഉള്ളത്. ഇത് പാസ്റ്റിൽ പറയുന്നതാണ്, ഇത് രണ്ടും പ്രസന്റിൽ പറയുന്നതാണ്. നമുക്കിനി ബി ഫാമിലിയിലുള്ള ഓക്സിലറി വെർബുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഈസ്, ആം, ആർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആണ്. ഇവിടെ ആയിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വരിക. വാസ് ആൻഡ് വേർ ആയിരുന്നു. സോ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആയിരുന്നു എന്ന് മലയാള സെൻറ്റൻസിൽ വരുമ്പോൾ നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ആണ് ഉപയോഗിക്കുക. ആണ് എന്ന് നമ്മളൊരു മലയാളം സെൻറ്റൻസിൽ പറയുമ്പോൾ, അപ്പൊ നീ ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആണ് എന്നൊരു വാക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈസ്, ആം, ആർ ഈ 3 വാക്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുക കേട്ടോ. ഇത് പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഈസ്, ആം, ആർ. വാസ്, വേർ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. സോ ഇനി എന്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്നുകൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഈസ് എന്തിന്റെ കൂടെ ഉപയോഗിക്കുക, ആം എന്നുള്ള വേർഡ് എന്തിന്റെ കൂടെ ഉപയോഗിക്കുക, ആർ എന്നുള്ളത് എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ നോക്കാം. നമുക്ക് ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയാണ്. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഈസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. ആം എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എന്നുള്ള പ്രൊനൗണിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആം ഉപയോഗിക്കുക. ആർ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള പ്ലൂറൽ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഈസ്, ആം, ആർ. ഈസ് സിംഗുലർ ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളത് ഒരാളേ ഉള്ളൂ. സോ അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കുക. എ ബോയ് ഈസ്, അങ്ങനെയാണ് നമ്മൾ പറയാ. ആം എന്നുള്ളത് ഐ വരുമ്പോൾ മാത്രമാണ് പറയാ. ഐ ആം ജിയോ, ഐ ആം എ ഡോക്ടർ, ഐ ആം എൻ എഞ്ചിനീയർ. ഇങ്ങനെയാണ് നമ്മൾ ആം വരുമ്പോ ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുക. ആർ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ രാമുവും രാജുവും, ഓക്കെ, രാജുവും സീതയും, അങ്ങനെ വരുമ്പോൾ 2 സബ്ജക്റ്റുകൾ ഉണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ ആറാണ് ഉപയോഗിക്കുക. സോ രാമു ആൻഡ് രാജു ആർ ഫ്രണ്ട്സ്, രാധ ആൻഡ് രാജു ആർ ക്ലാസ്മേറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ ഇത് 3 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ആദ്യം സബ്ജക്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വാസ് ആൻഡ് വെയർ. വാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലറിന്റെ കൂടെയും ഐ എന്നുള്ള വേർഡിന്റെ കൂടെയും നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക. വെയർ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽസിന്റെ കൂടെയാണ്. ഓക്കെ, പ്ലൂറൽസിന്റെ കൂടെയാണ്. വാസ് എന്നുള്ളത് ഐയുടെ കൂടെയും സിംഗുലർസിന്റെ കൂടെയും ഉപയോഗിക്കും. വെയർ എന്നുള്ളത് പ്ലൂറലിന്റെ കൂടെയും ഉപയോഗിക്കാം. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഐ വെയർ എന്ന് കേട്ടിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഐ വെയർ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു റൂൾ ഉണ്ട്. നമ്മൾ ഇമ്പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐയുടെ കൂടെ വെയർ എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വെയർ യു, ഞാൻ നീ ആയിരുന്നെങ്കിൽ, അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇഫ് ഐ വെയർ എ കിങ്, ഞാനൊരു രാജാവായിരുന്നെങ്കിൽ, ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നടക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഐയുടെ കൂടെ വെയർ ഉപയോഗിക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലല്ല ഉള്ളത്. ഇഫ് ഐ വെയർ എ പോലീസ് മാൻ, ഞാനൊരു പോലീസ്മാൻ അല്ല. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐ വെയർ എന്നുള്ള ആ കൊളോക്കേഷൻ നമ്മൾ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ഐയുടെ കൂടെ ആം എന്നുള്ളത് പ്രസന്റിലും വാസ് എന്നുള്ളത് പ്ലൂറലിലും നമ്മൾ ഉപയോഗിക്കും, പാസ്റ്റിലും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ 3 സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഹി ഡാഷ് മൈ ക്ലാസ്മേറ്റ്, ഐ ഡാഷ് ഹാപ്പി, ദേ ഡാഷ് ഫ്രണ്ട്സ്. സോ ഇവിടെ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം.
ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഒരാളെ ഉള്ളൂ. അവൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. സോ ഒരാളുള്ളതിന്റെ കൂടെ ഈസ് ആണ് ചേർക്കുക. സോ ഹി ഈസ് മൈ ക്ലാസ്മേറ്റ്. ഐയുടെ കൂടെ എപ്പോഴും ആണ് വരെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഐ ആം ഹാപ്പി. ദേ എന്നുള്ളതിന്റെ കൂടെ ആറാണ് വരിക, പ്ലൂറൽസ് ആണ്, ഒന്നിൽ കൂടുതൽ സബ്ജക്ട് ഉണ്ട്, രാജു, രാധ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ദേ ആർ ഫ്രണ്ട്സ്, അങ്ങനെയാണ് ആ സെന്റൻസ് വരിക. ഓക്കെ, ഹി ഈസ് മൈ ക്ലാസ്മേറ്റ്, ഐ ആം ഹാപ്പി, ദേ ആർ ഫ്രണ്ട്സ്. ഇനി ഇത് നമ്മൾ നേരെ പാസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഓക്സിലറി വെർബുകൾ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെന്റൻസ് പാസ്റ്റിലേക്ക് ആക്കാൻ പറ്റും. ഇറ്റ് മീൻസ് ഹി എന്നുള്ളതിന്റെ കൂടെ പാസ്റ്റ് ഉപയോഗിക്കുക വാസ് എന്നുള്ള ഓക്സിലറി വെർബാണ്. സോ ഹി ഈസ് എന്ന് പറയുന്നതിന് പകരം ഹി വാസ് മൈ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസ് പാസ്റ്റ് ആവും. അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇറ്റ് മീൻസ് ഇപ്പോ അയാള് നമ്മുടെ ക്ലാസ്മേറ്റ് അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹി വാസ് മൈ ക്ലാസ്മേറ്റ് അങ്ങനെ പറയാൻ പറ്റും. അടുത്തത് ഐ ആം ഹാപ്പി എന്നുള്ളതിന് പകരം ഐയുടെ കൂടെ വാസ് തന്നെയാണ് ഉപയോഗിക്കുക. സോ നമുക്ക് പറയാൻ പറ്റും ഐ വാസ് ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഹാപ്പി അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ഫ്രണ്ട്സ് എന്നുള്ളത് ദയുടെ കൂടെ നമ്മൾ വേറാണ് ഉപയോഗിക്കുക, പ്ലൂറൽസിനോട് വേറാണ് ഉപയോഗിക്കുക. സോ നമ്മൾ വരുമ്പോൾ ദേ വേർ ഫ്രണ്ട്സ് എന്നാണ് പറയാ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആക്കി ഞാൻ ചുരുക്കമാണ്, കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹാവ്, ഹാസ്, ഹാഡ് എന്നുള്ള 3 ഓക്സിലറി വെർബുകൾ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്റെ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയിൽ കമന്റും കൂടി ഇടുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എഴുതി ചോദിച്ചോളൂ. എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. താങ്ക് യു.